Hi everyone, welcome back to our channel Let's Smile PSC. ഇന്ന് നമ്മുടെ 30 days ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിന്റെ ഡേ 7th ക്ലാസ് ആണ്. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജെറൻഡ്സ് ആൻഡ് ഇൻഫിനിറ്റീവ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ജെറൻഡ്സ് എന്ന് നോക്കാം. ഓക്കെ, gerunds are verbals ending in ing that function as noun. അതായത് ഈ gerund എന്ന് പറയുന്നത് ing ഫോം, വെർബിന്റെ ing ഫോം ആണ്. പക്ഷെ അത് വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, പകരം അതൊരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു വെർബ് ഉണ്ടാവും, ആ വെർബിന്റെ കൂടെ ing ഫോം ഉണ്ടാവും. അത് പക്ഷെ ഒരു വെർബായിട്ടായിരിക്കില്ല ആക്ട് ചെയ്യുക, പകരം ഒരു നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡ്രോ എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. അതിന്റെ കൂടുതൽ നമ്മൾ ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ആലോചിക്കാം, ഡ്രോയിങ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ചിത്രരചന എന്ന് പറയുന്ന ആ ഒരു ഇതിനെ നമ്മൾ ഡ്രോയിങ് എന്ന് തന്നെയാണ് പറയുക, അല്ലെ? അപ്പം അവിടെ ആ ചിത്രം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഡ്രോയിങ് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതൊരു നൗൺ ആണ്. ചിത്രം എന്നുള്ളത് അല്ലെങ്കിൽ ചിത്രരചന എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു നൗൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു വെർബായിട്ടുള്ള ഒരു വെർബിന്റെ കൂടുതൽ ing ചേർക്കുമ്പോൾ അത് നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജെറൻഡ്സ് എന്ന് വിളിക്കുന്നത്. Okay, gerunds can function as subject, object, subject complement and object of preposition in a sentence. അതായത് gerunds നമുക്ക് പല രീതിയിൽ നമുക്ക് സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും സബ്ജക്റ്റിന് കോംപ്ലിമെന്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രപ്പോസിഷന് ആയിട്ടുള്ളതും ഒക്കെ നമുക്ക് എന്തുപയോഗിക്കാം? ജെറൻഡ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കാണാം. ക്യാൻ യു സ്പോട്ട് ജെറൻഡ് ഇൻ ദി സെന്റൻസ്? ഈ ഒരു സെന്റൻസിലുള്ള ജെറൻഡ് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഐ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ ഡ്യൂറിങ് ദ സമ്മർ. ഐ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ ഡ്യൂറിങ് ദ സമ്മർ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള വെർബ് നമ്മൾ ആദ്യം കണ്ടെത്തുകയാണ്. ഇതിനകത്തുള്ള വെർബ് എൻജോയ് ആണ്. ഓക്കെ, പിന്നീട് ഇതിനകത്ത് വേറെ ഒന്നും കാണുന്നില്ല. പിന്നെ അടുത്തൊരു ഇതുപോലെ നമുക്ക് തോന്നുന്നത് ഈ സ്വിം എന്നുള്ളതാണ്. ഇതിന്റെ കൂടുതൽ ing എന്നും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്വിമ്മിങ് എന്നുള്ളതിന് അവിടെ അർത്ഥം നീന്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലോ, പകരം അതിന് അർത്ഥം എന്താണ്? നീന്തൽ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഒരു ജെറൻഡ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ജെറൻഡിൽ പെടുന്നത് നമുക്കിപ്പം ആ ഒരു എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടി എടുക്കാം. ഐ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ ഡ്യൂറിങ് ദ സമ്മർ. ഇതാണ് നമ്മുടെ എൻ്റെ സെന്റൻസ്. അതിൽ ഐ എന്നുള്ളത് ഒരു പ്രൊനൗൺ ആണ്. അതിനുശേഷം എൻജോയ് എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നുള്ളതൊരു വെർബാണ്. സ്വിമ്മിങ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെറൻഡ് ആണ്. അവിടെ എൻജോയ് എന്ന് പറയുന്ന ആ സംഭവം എന്തുമായിട്ട് ബന്ധമാണ്? സ്വിമ്മിങ് ആണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം എൻജോയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മുടെ സ്വിമ്മിങ് എന്ന് പറഞ്ഞ ജെറൻഡ് വന്നിട്ടുള്ളത്. എൻജോയ് എന്ന് പറയുന്ന വെർബിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് എന്ത്? ഈ ഒരു ജെറൻഡ് ആയിട്ടുള്ള സ്വിമ്മിങ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഇൻ ദ ഓഷൻ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ബിക്കോസ് അതിലൊരു പ്രിപ്പോസിഷൻ ഇൻ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, അതുകൊണ്ട് അതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതിനുശേഷം മറ്റൊരിടത്തും അതുപോലെ തന്നെ ഡ്യൂറിങ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനുള്ള രണ്ടാമതൊരു പ്രപ്പോസിഷണൽ ഫ്രേസുമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് എന്താണ് ഇൻഫിനിറ്റീവ്സ് എന്ന് നോക്കാം. Infinitives are verbals that are formed using the base form of verb with the word to before it. അതായത് നമ്മുടെ വെർബിന്റെ ബേസ് ഫോം അഥവാ V1 ഫോമിന്റെ മുൻപിൽ ടു കൂടി കൂട്ടിയിട്ട് പറയുന്ന അത്തരത്തിലുള്ള വേർഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടു ലേൺ, ടു റീഡ്, ടു സ്റ്റേ. ഇവിടെ നമുക്ക് ലേൺ, റീഡ്, സ്റ്റേ എന്നൊക്കെ പറയുന്നത് ഒരു ബേസ് ഫോം ഓഫ് ദ വെർബ്, അതല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വെർബാണ്. അപ്പൊ അതിന് മുമ്പിലെല്ലാം ടു ചേർത്തുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, അത് നമുക്ക് നൗൺ ആയിട്ടും അതുപോലെ തന്നെ അഡ്വർബ് ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട 3 എക്സാമ്പിളുകൾ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. ഈ ഇൻഫിനിറ്റീവ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും അഡ്വർബ് ആയിട്ടും ഒക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻഫിനിറ്റീവിന്. ഫോർ എക്സാമ്പിൾ, ടു ലേൺ ഈസ് ആൻ എസെൻഷ്യൽ ഫോർ പേഴ്സണൽ ഗ്രോത്ത്. ടു ലേൺ ഇസ് എസെൻഷ്യൽ ഫോർ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ടു ലേൺ എന്നുള്ളത് ഒരു ഇൻഫിനിറ്റീവ് ആണ്. അതൊരു നൗൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പഠിത്തം അല്ലെങ്കിൽ
അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അല്ല, പഠിത്തം എന്നുള്ള രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. അതൊരു നൗൺ ആയിട്ടാണ്. അതുപോലെ തന്നെ ടു റീഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ബുക്ക് എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു റീഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ തേർഡില് എക്സസൈസ് എന്ന് പറയുന്ന ആ ഒരു വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു സ്റ്റേ എന്ന് പറയുന്ന ആ ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു അഡ്വർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റീവ് നമുക്ക് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും അഡ്വർബായിട്ടും ഒക്കെ നമ്മളൊരു സെന്റൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഫോമുകൾ നോക്കാം. വളരെ പെട്ടെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതായത് ജെറണ്ടിന്റെ ഫോം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെർബും ING ഫോമും ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു വെർബ് പ്ലസ് ING. ഫോർ എക്സാമ്പിൾ റീഡ് എന്ന് പറയുന്ന ബേസ് വെർബ് പ്ലസ് ING, ദാറ്റ് ഈസ് റീഡിങ്. ഡ്രോ എന്ന് പറയുന്ന ബേസ് വെർബും അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബും ING ചേർത്ത് ഡ്രോയിങ്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻഫിനിറ്റീവിന്റെ ഫോമിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടൂയുടെ കൂടെ ടു ആദ്യം വരുന്നു, അതിനുശേഷം ഒരു ബേസ് ഫോം വരുന്നു. ഫോർ എക്സാമ്പിൾ ടു റീഡ്, ടു ഡ്രോ, ടു ലേൺ, അങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജെറണ്ടിന്റെയും ഇൻഫിനിറ്റീവിന്റെയും ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഒരു സെന്റൻസിൽ അത് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ നമ്മുടെ ജെറണ്ട് എങ്ങനെയാണ് ഒരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു വെർബിന്റെ കൂടെ ING ചേർക്കുമ്പോൾ ഒരു നൗൺ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെന്റൻസിൽ ആ ഒരു ജെറണ്ട് ഒരു നൗൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഇൻഫിനിറ്റീവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് നൗൺ ആയിട്ടോ അഡ്ജക്റ്റീവ് ആയിട്ടും അഡ്വർബ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി എക്സാമ്പിളുകൾ കണ്ടതാണ് മുമ്പ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജെറണ്ടും ഇൻഫിനിറ്റീവും സബ്ജക്റ്റ് ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാം. സ്വിമ്മിങ് ഈസ് ഫൺ. അപ്പം ഈ സ്വിമ്മിങ് ഈസ് ഫൺ എന്ന് പറയുന്നതിന് ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ടാണ്. അതൊരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സെന്റൻസ് ആണ് ടു സ്വിം ഈസ് ഫൺ എന്ന് പറയുന്നതിനകത്ത് സെയിം തന്നെയാണ്. ടു സ്വിം എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ് ആണ്. അത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജെറണ്ടും അതുപോലെ തന്നെ ഇൻഫിനിറ്റീവും എങ്ങനെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള എക്സാമ്പിൾ ആണ്. രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഹി എൻജോയ്സ് റീഡിങ് എന്ന് പറയുന്നിടത്ത് ഇവിടെ ഒരു റീഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ താഴെ ഷീ വാണ്ട് ടു റീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ റീഡിംഗ് എന്ന് പറയുന്ന ജെറണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ടു റീഡ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഫിനിറ്റീവും രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജെറണ്ടും ഇൻഫിനിറ്റീവും പ്രിപ്പോസിഷന് കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവത്തിന് മുൻപുണ്ടാവുന്ന സാധനമാണല്ലേ പ്രിപ്പോസിഷൻ. അപ്പം ജെറണ്ടും ഇൻഫിനിറ്റീവും ഒരു പ്രിപ്പോസിഷന് ശേഷം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ജെറണ്ടിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷന് മുൻപ് ജെറണ്ടിന് മുൻപ് നമ്മൾ പ്രിപ്പോസിഷൻസ് ചേർക്കാറും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗുഡ് അറ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത് ഡ്രോയിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ടാണ്. പക്ഷെ അതിന് മുൻപ് അറ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഇൻഫിനിറ്റീവിന്റെ കൂടെ ഇത്തരത്തിലുള്ള പ്രിപ്പോസിഷൻസ് ഒന്നും ചേർക്കാൻ വേണ്ടി സാധിക്കില്ല. നോട്ട് യൂസ് ആഫ്റ്റർ പ്രിപ്പോസിഷൻസ്. ഇൻഫിനിറ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിപ്പോസിഷന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓൾറെഡി ഒരു ടു എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ അതിനോടൊപ്പം ഉള്ളതുകൊണ്ട് അതിന് മുൻപിൽ മറ്റൊരു പ്രിപ്പോസിഷൻ നമ്മൾ ചേർക്കാറില്ല. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ജെറണ്ട് ഫോം രീതിയിലേക്ക് മാറുന്ന അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോം രീതിയിലേക്ക് മാറുന്ന വെർബുകളെ പറ്റിയിട്ടാണ്. കുറച്ചെണ്ണത്തിന് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരുപാടെണ്ണം ഇനിയും ബാക്കിയുണ്ട്. എൻജോയ്, അവോയ്ഡ്, ഫിനിഷ്, സജസ്റ്റ്, കൺസിഡർ പോലുള്ള വാക്കുകൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ING ഇട്ട് കഴിഞ്ഞാൽ ചില സെന്റൻസിൽ അത് എന്തായിട്ട് മാറാറുണ്ട്, അതൊരു നൗൺ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാണ്ട്, പ്ലാൻ, ഡിസൈഡ്, ഹോപ്പ്, എഗ്രി തുടങ്ങിയ വാക്കുകളുടെ മുമ്പിൽ ടു ഉപയോഗിച്ചുകൊണ്ട് ചില സെന്റൻസുകൾ ഉപയോഗിക്കുന്ന സമയത്ത്
അതൊരു ഇൻഫിനിറ്റീവ് ആയിട്ട്, അത് മേ ബി ഒരു നൗൺ ആവാം, അതല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആവാം, അതല്ലെങ്കിൽ അഡ്വർബ് ആയിട്ട് മാറാറുണ്ട്. ഒരു സിംഗിൾ വേർഡ് ആയിട്ട് 2 പ്ലസ് വെർബ് വരുമ്പോൾ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷിൽ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വെർബുകളുടെ കൂട്ടത്തിൽ ജെറണ്ടും അതുപോലെ തന്നെ ഇൻഫിനിറ്റും ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സെന്റൻസിന്റെ മീനിങ്ങിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള മീനിങ്ങിൽ മാറ്റം ഉണ്ടാകുന്ന ചില വേർഡ്സ് ആണ്. അതിൽ ഒന്നാമത്താണ് റിമെമ്പർ എന്ന് പറയുന്ന വെർബ്. ഓക്കെ, അപ്പം ഐ റിമെമ്പർ മീറ്റിംഗ് ഹിം എന്ന് പറയുന്നതും റിമെമ്പർ ടു മീറ്റ് ഹിം എന്ന് പറഞ്ഞ രണ്ട് സെന്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് സെന്റൻസിലും ഒന്നാമത്തെ സെന്റൻസ് നമുക്കൊരു ജെറണ്ടിനെ കാണാം, രണ്ടാമത്തെ സെന്റൻസിൽ നമുക്കൊരു ഇൻഫിനിറ്റീവിനെ കാണാം. ഓക്കെ, അപ്പോൾ പക്ഷെ രണ്ടിന്റെയും വെർബ് എന്ന് പറയുന്നത് റിമെമ്പർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അർത്ഥം നമ്മൾ എടുക്കാം. ഐ റിമെമ്പർ മീറ്റിംഗ് ഹിം, അതായത് പണ്ട് ഞാൻ അവനെ കണ്ടത് നമ്മൾ ഓർക്കുന്നു. ഒരു പാസ്റ്റ് മെമ്മറിനെ പറ്റി പറയാനാണ് നമ്മളിവിടെ മീറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ജെറണ്ടിന്റെ കൂടെ റിമെമ്പർ ചേർത്തിരിക്കുന്നത്. എന്നാൽ ഇതേ റിമെമ്പറിന്റെ കൂടെ ടു മീറ്റ് ഹിം എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ആക്ഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് അവനെ കാണാൻ ഓർക്കണം എന്ന് നമ്മൾ പറയണത് ഫ്യൂച്ചർ ആക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അവിടെ അർത്ഥം മാറുന്നുണ്ട് അല്ലെ. റിമെമ്പറിന്റെ കൂടെ ജെറണ്ട് വന്നപ്പോഴും അർത്ഥം ഒന്നാണ്, അത് പാസ്റ്റ് മെമ്മറിനെ പറ്റി പറയുന്നതായി മാറി. അതുപോലെ തന്നെ റിമെമ്പറിന്റെ കൂടെ ഒരു ഇൻഫിനിറ്റീവ് വന്ന സമയത്ത് അതൊരു ഫ്യൂച്ചർ ആക്ഷനെ പറ്റി പറയുന്നത് പോലെ ആയി. അതേ സെയിം നമുക്ക് ഇവിടെ വീണ്ടും പറയാം. സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. അതിന്റെ കൂടുതൽ നമ്മൾ ജെറണ്ട് ചേർക്കുമ്പോഴും അതിന്റെ കൂടുതൽ നമ്മൾ ഇൻഫിനിറ്റീവ് ചേർക്കുമ്പോഴും അർത്ഥം മാറാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹി സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. ഇവിടെ സ്മോക്കിംഗ് ആണ് നമ്മുടെ ജെറണ്ട്. ടു സ്മോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അർത്ഥം നമുക്ക് നോക്കാം. ഹി സ്റ്റോപ്പ് സ്മോക്കിംഗ്, അവൻ പുകവലി നിർത്തി. അവൻ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് നിർത്തി എന്നുള്ളതാണ് സ്റ്റോപ്പിന്റെ കൂടെ നമ്മളൊരു ജെറണ്ട് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന അർത്ഥം. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ V2 ഫോമിന്റെ കൂടെ ഏതെങ്കിലും ഒരു ജെറണ്ട് ചേർക്കുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ഹാബിറ്റ് നിർത്തി എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുക. എന്നാൽ ഹി സ്റ്റോപ്ഡ് ടു സ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നമ്മൾ നിർത്തി എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ഓക്കെ, അതായത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ സ്റ്റോപ്ഡ് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വർത്താനം പറയാൻ വേണ്ടി വണ്ടി നിർത്തി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തുന്ന അങ്ങനെ ഉള്ള ഒരു കൺസെപ്റ്റ് വരുന്നിടത്താണ് നമ്മൾ ടു വരിക, ടു സ്മോക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോം വരിക, അതായത് വെർബ് പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം വരിക. ഇനി അതുപോലെ നമ്മൾ ട്രൈ എന്ന് പറയുന്ന വെർബിനോട് കൂടെ ചേർക്കുമ്പോൾ ട്രൈ ലിഫ്റ്റിംഗ് ഇറ്റ് എന്നുള്ളതും ട്രൈ ടു ലിഫ്റ്റ് ഇറ്റ് എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ട്രൈ ലിഫ്റ്റിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്. ഞാനത് ചെയ്ത് നോക്കി. ഇനി ട്രൈ ടു ലിഫ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ ശ്രമിച്ചു, അതായത് മേ ബി എന്നുള്ള അർത്ഥത്തിൽ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള അർത്ഥവ്യത്യാസം ട്രൈ എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ജെറണ്ട് വരുമ്പോഴും ഇൻഫിനിറ്റ് വരുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പിന്നീടുള്ള ഒന്നാണ് ഫോർഗെറ്റ് എന്നുള്ളത്. ഐ ഫോർഗെറ്റ് മീറ്റിംഗ് ഹെർ എന്ന് പറയുന്നതും ഐ ഫോർഗോട്ട് ടു മീറ്റ് ഹെർ എന്ന് പറയുന്നതും ഒന്നാമത്തത് ഒരു പാസ്റ്റ് ആക്ഷനെ കാണിക്കാം, മുമ്പ് നടന്നൊരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ ഭൂതകാലത്ത് നടന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഫോർഗോട്ട് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ജെറണ്ട് ചേർക്കുന്നത്. എന്നാൽ ഫോർഗോട്ട് എന്ന് പറയുന്നതിനൊപ്പം ഒരു ഇൻഫിനിറ്റീവ് ചേർക്കുന്ന സമയത്ത് ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് മുമ്പ് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും ഉള്ള രീതിയിലേക്കും അർത്ഥം മാറുകയാണ്. Thank you for joining today's class. Thank you. Please like, share and subscribe. Bye.